ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണി മാനേജ്മെൻറ്റ്. ആ കാര്യം ഞാൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ഞാനാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു 3-4 മെത്തേഡുകളാണ്. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഷെയർ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഫോളോ ചെയ്യുന്നതിനുള്ള മണി മാനേജ്മെൻറ്റ് ടെക്നിക്കുകളാണ്. അത്ര വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾ പലരും ഫോളോ ചെയ്യുന്നുള്ളതായിരിക്കാം. പക്ഷേ ഫോളോ ചെയ്യാത്തവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ് ഒരു പരിധി വരെ ലാഭകരമാക്കിയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഏറ്റവും പ്രധാനമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പൈസ ഒരു പരിധി വിട്ട് നഷ്ടപ്പെടുത്തില്ല എന്നുള്ള ഒരു ചിന്ത. അതിനെയാണ് ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു 1,00,000 രൂപ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നഷ്ടം ഒരു ദിവസം 2,000 രൂപയിൽ കൂടുതൽ വരുത്തില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരു ദിവസം മോശമായാലും, അന്നത്തെ ട്രേഡിങ് മോശമായാലും, എനിക്ക് പിറ്റേ ദിവസം എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ 98,000 രൂപ ഉണ്ടാവും അല്ലേ? അങ്ങനെ അതേസമയം തന്നെ നമ്മൾ ആ ഒരു ക്യാപിറ്റൽ പ്രിസർവേഷൻ വേണ്ട എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10,000-50,000 രൂപയൊക്കെ ഒരു ദിവസം നഷ്ടം വരുത്താനൊന്നും വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രേഡ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഡേ ട്രേഡിങ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യുന്ന ആളുകൾക്കൊന്നും 10,000-50,000 രൂപയൊക്കെ നഷ്ടം വരുത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാതെ നമ്മളുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ടുള്ള റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ 1 രൂപ റിസ്ക് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ട്രേഡ് പോയാൽ 2 രൂപയെങ്കിലും ലാഭം എടുക്കും എന്നുള്ളതാണ്. 1:2 റിസ്ക് റിവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാനിപ്പോൾ 1000 രൂപയുടെ ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 10 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് 20 രൂപയെങ്കിലും വയ്ക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഉദ്ദേശിക്കുന്ന ട്രേഡ് കൃത്യമായിട്ട് നടന്നാൽ എനിക്ക് 20 രൂപ ലാഭം കിട്ടും. ഞാൻ ഉദ്ദേശിക്കുന്ന ട്രേഡ് കൃത്യമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 10 രൂപയെ നഷ്ടം വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഒരു 10 ട്രേഡ് എടുത്തു എന്ന് കരുതുക. അതിൽ 6 എണ്ണം പ്രോഫിറ്റബിളായി, 4 എണ്ണം നഷ്ടമായി എന്ന് കരുതുക. അപ്പോൾ 6 എണ്ണം പ്രോഫിറ്റബിൾ ആകുമ്പോൾ 20 രൂപ വെച്ച് 6 എണ്ണത്തിന് 120 രൂപ ലാഭം കിട്ടി. നഷ്ടം വന്നത് 4 എണ്ണം, അതിന് 10 രൂപ വെച്ച് 40 രൂപ നഷ്ടം വന്നു. അപ്പോൾ 120 - 40 80 രൂപ അപ്പോഴും എനിക്ക് ലാഭമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു 1:2 എന്നുള്ള റിസ്ക് റിവാർഡെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നല്ലതായിരിക്കും. മറ്റൊരു കാര്യം ഞാൻ ചെയ്യാറുള്ളത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ 1000 രൂപയുടെ ഒരു ഷെയർ 990 എൻ്റെ സ്റ്റോപ്പ് ലോസ്, 1020 എൻ്റെ ഒന്നാമത്തെ ടാർഗറ്റ്. 1021 എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ 1015 അല്ലെങ്കിൽ 1020 സെറ്റ് ചെയ്യും. ആ സ്റ്റോക്ക് വീണ്ടും മേലിലേക്ക് പോവുകയാണ്. 1030 ആയെങ്കിൽ ഞാനതിൻ്റെ സ്റ്റോപ്പ് ലോസ് 1030 ആയിട്ടുണ്ടെങ്കിൽ 1025 ആക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്യും. അങ്ങനെ പടിപടിയായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്ക് ആ സ്റ്റോക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ, റീട്രേസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എന്താണ് 1030 നിന്ന് ആ സ്റ്റോക്ക് 1025 വന്നാലും എനിക്ക് ഒരു സ്റ്റോക്കിന്മേൽ 25 രൂപ ലാഭം കിട്ടി. അത് ഞാൻ മുൻപ് ഉദ്ദേശിച്ചിരുന്ന ലാഭത്തിനേക്കാൾ കൂടിയതാണ്. ഞാൻ 20 രൂപയെ ലാഭം ഉദ്ദേശിച്ചിരുന്നുള്ളൂ, പക്ഷേ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക വഴി എനിക്ക് 25 രൂപ ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റി. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ എക്സിറ്റും എൻട്രിയും എല്ലാം പ്ലാൻ ചെയ്തിട്ട് മാത്രം ട്രേഡിങ്ങിന് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഫൈൻ ഡേ
ഒരു ദിവസം രാവിലെ അങ്ങ് എഴുന്നേറ്റ് ഇന്ന് അങ്ങ് ട്രേഡ് ചെയ്ത് കളയാമെന്നുള്ള ഒരു പ്ലാനോട് കൂടിയൊക്കെ വരുന്ന ആളുകൾ അധികം വിജയിക്കാനുള്ള സാധ്യതയില്ല. അതിന് പകരമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ആകെ 5 ദിവസമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ ഒരു മാസത്തിൽ എന്നുണ്ടെങ്കിലും ആ 5 ദിവസവും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും പദ്ധതിയുമായിട്ട് വന്നിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലാഭം കിട്ടാനുള്ള സാധ്യത കൂടും. ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഇത് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ് എന്നാണ് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ വളരെ ലാഭകരമായിട്ട് നിങ്ങളുടെ ഒരു റിസ്ക്കിനും നിങ്ങളുടെ ഒരു റിട്ടേൺ എക്സ്പെക്റ്റേഷനും അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫിനിറ്റി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം തരുന്നത്. അത് ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. അപ്പം ഫിനിറ്റിയിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള ആസ്ക് റുബി മങ്ക് സർവീസിലേക്ക് 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഈ വിവരം ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.